പരീക്ഷ. അഗ്നിയിലൂടെ കടന്നു ചെല്ലുമ്പോഴാണ് പൊന്നിന്റെ തിളക്കം കൂടി വരുന്നത്. അതേപോലെ തന്നെ പല ചാലഞ്ചസും നേരിട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഒരു യഥാർത്ഥ മത്സരാർത്ഥിയെ തിരിച്ചറിയുന്നത്. സോ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും കരുത്തും ഒരുപോലെ പരീക്ഷിക്കപ്പെടാനായിട്ട് ഈ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ വീക്കെൻഡ് വാറിന്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് പൊളിച്ചെടുക്കണം. ഇന്ന് പൊളിക്കൂല്ലേ? ആരും അവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഗൈസ്? എക്സൈറ്റ്മെന്റ് എന്താ? ഗസ് ചെയ്യണോ ഞങ്ങള്? എന്നാ നിങ്ങൾക്ക് കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? ശരി, ഞാൻ പറയാം. ഇത് ഏത് സീസണിലെ കണ്ടസ്റ്റൻസ് ആണെന്നറിയോ? 5 എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും ചേർന്ന് ബിഗ് ബോസ് സീസൺ 5 എന്ന് പറഞ്ഞാൽ അവര് ടേൺ ചെയ്യുമായിരിക്കും. Yes, Serena and Nadira, welcome to Big Boss. Thank you. ഒരു കാര്യം ചെയ്യാം, സെറീന ആൻഡ് നാദിര, അപ്പൊ നമുക്ക് സ്റ്റേജിലോട്ട് പോവാം. ഓക്കേ. മോർണിംഗ് ഡാൻസർ ഇതിന് വേണ്ടിയിട്ട് രാവിലെ പല്ലും തേക്കാതെ കുളിക്കാതെ. പക്ഷെ ഇവര് മോർണിംഗ് ടാസ്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് പുറത്തായത്. ആര്? അത് നിങ്ങൾ ഇട്ടൊരു കാണുന്നത് മോർണിംഗ് ടാസ്കിൽ മാത്രമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ജഡ്ജസിനെ വിളിക്കാം. Yes, waiting. വിളിക്കാം. So let's put our hands together to welcome Ranjini Chechi, Akhil Marar and Riya Salim. അതെ, ഇതൊരു സീസൺ 5 റീയൂണിയൻ ആയി മാറി. അതെ, അത് ഞാൻ കണ്ടു. ഞാൻ പിന്നെ എപ്പോഴും കാണണ്ടല്ലേന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഹഗ് ചെയ്യാണ്ടിരുന്നത്. സീസൺ 5 ഐ തിങ്ക് ഫൈനൽ 7 അല്ല, ഞാൻ ക്വിറ്റ് ചെയ്ത ആളാണ്. നാദിര കാശ് കൊണ്ടുപോയി. എത്ര കാശ് കൊണ്ടുപോയി? ഒരു 7.25 ലക്ഷം. ബ്ലോക്ക് ചെയ്ത് ചേരുന്നു. അത് എനിക്കുള്ളതാണ്. ആര് തൊട്ട് പോലും മുട്ടുംകാലിൽ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. റണ്ണറപ്പിന് അത്രയും കിട്ടിയോടി? എനിക്ക് പോലും അത്ര കിട്ടിയില്ല ചേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഐ വോണ്ട് ടു നോ. അഖിലും റനീഷും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാര്, 16 പേര് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കാമെങ്കിൽ എന്ത് അഡ്വൈസ് കൊടുക്കുന്ന അതിര? ഒറ്റൊരു അഡ്വൈസ്. എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളായിട്ടിരിക്കുക. എന്നെ പോലെ നന്നായിട്ട് അഭിനയിക്കാൻ. ഞാൻ 100 ദിവസം അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട്. സെറീന പറയൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. എപ്പോഴും എല്ലാരും പറയുന്ന അതേ കാര്യം, ബി റോ. അതേ ഉള്ളൂ. ബിക്കോസ് 1-2 ദിവസം ഇവളെ പോലെ ആണെങ്കിൽ 100 ദിവസം നിങ്ങൾക്ക് അഭിനയിക്കാം. പക്ഷെ ഞാനൊക്കെ അഭിനയിക്കാൻ പറ്റില്ല. ഞാനൊക്കെ അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ട് സിനിമ കിട്ടാത്തത്. ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയിരിക്കാം. അങ്ങനെ വീക്കെൻഡ് വാറിന്റെ 2nd ഡേ അല്ലേ? പുതിയ നമ്മുടെ ഗസ്റ്റ് ജഡ്ജസ് ഒക്കെ വന്നത് കാരണം നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? പക്ഷെ അധികം ഹാപ്പി ആവണ്ട. ഞാൻ പറഞ്ഞില്ലേ, അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഗൈസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടാസ്കിലോട്ടും പിന്നെ ഈ ടെൻഷനുള്ള സെഗ്മെന്റിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മൾ ബാക്കി വെച്ച ഒരു 3 പേരുടെ മാസ്ക് ഓഫ് സെഷൻ ഉണ്ട്. നമുക്ക് അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ? ഇന്ന് പ്രണവിനെ ആദ്യം വിളിക്കാം. പ്രണവ് വാ. Pranav, topic please. Cinema. So Pranav, you can start in 3, 2, 1, go.
ഞാൻ ഈ ബിഗ് ബോസിലോട്ട് വരാൻ ആഗ്രഹിച്ച ഇതിലോട്ട് എന്നെ എത്തിച്ച ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ് സിനിമ. എനിക്ക് വളരെ ചെറുതിലെ തൊട്ട് ഈ ഒരു മോഹം ഉണ്ടായിരുന്നു സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ളത്. അപ്പോൾ അതിലോട്ട് എത്തിപ്പെടാൻ ഞാൻ റിസോഴ്സുകൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം ഞാൻ വിചാരിച്ചു എനിക്കൊരു ഫേസ് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ആ ഒരു ഡ്രീമിലോട്ട് എത്തിച്ചേരാനുള്ള കാര്യം എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബിൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ഫിറ്റ്നസ് ഏത് നിമിഷമായിരുന്നാലും ഒരു കോള് വന്നാൽ ഞാൻ എപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ക്രൂ ഉണ്ടാക്കി. കൂടെ പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത് അത് നമുക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിരുന്നത്, ഇവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ് സിനിമ. സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട്സിന് ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എൻ്റെ അത്രയും പാഷൻ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ അവരെ കൊണ്ട് സമാധാനത്തിൽ, ഞാനൊരു ഡയറക്ഷൻ ഫീൽഡിലോട്ടൊന്നും ഒരിക്കലും വരുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എന്നെ ആരും സിനിമയിൽ എടുക്കാത്തത് കൊണ്ട് ഞാൻ സ്വയം സിനിമയിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതാണ് എനിക്ക് ഒരു കാസ്റ്റിംഗ് കാളിലോട്ട് ചെല്ലുന്ന ഒരു ഫിലിമിന്റെ ഒരു ഓപ്പൺ ഓഡീഷന് ചെല്ലുമ്പോൾ അറിയാം എന്തുമാത്രം ചെറുപ്പക്കാരാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അവർ അതിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ മാത്രം, ഞാൻ ഒരുപാട് വീട്ടിൽ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഇതിൽ എനിക്കൊന്ന് അഭിനയിച്ച പോലെ ഇതുപോലെയൊക്കെ അഭിനയിച്ചാൽ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു വിചാരിക്കും. പക്ഷെ അതിനുള്ള കൃത്യമായ ശ്രമം നടത്തിയാൽ മാത്രമേ അതിലെത്താൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് കഴിയുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക, എങ്ങനെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, കിട്ടുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിച്ച്. ഓക്കെ താങ്ക് യു. സിനിമ യഥാർത്ഥത്തില് നമ്മൾ പലപ്പോഴും സിനിമയ്ക്ക് പിന്നാലെ അലയുന്നതൊക്കെ പറയും. സിനിമ നിങ്ങളുടെ പിന്നാലെ വരുന്നൊരു സമയം വരും, നമ്മൾ അതിലേക്ക് അങ്ങ് പ്രാപ്തരാകുക എന്നുള്ളതാണ്. 100% ബിഗ് ബോസിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന, ബിഗ് ബോസിലൂടെ നിങ്ങളെ തിരിച്ചറിയുന്ന മലയാളത്തിലെ നിരവധി സംവിധായകരുണ്ട്. നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സിനെയാണ് അവർ നോക്കുന്നത്. അപ്പം പ്രണവിൽ നിന്ന് അവർക്ക് പറ്റിയൊരു കഥാപാത്രത്തെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% വിളിച്ചിരിക്കും. അപ്പൊ അതിന് ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും പ്രണവിന്റെ ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് സിനിമയിലോട്ട് എത്താൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ രൂപത്തിലൊരു കഥാപാത്രം ഉണ്ട് കേട്ടോ, ഭാഗ്യമുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് നമുക്ക് സോനെ വിളിക്കാം അല്ലെ? സോന വാ. സോനയ്ക്കുള്ള ടോപ്പിക് എന്താ? ധൈര്യം. സോന, യു ക്യാൻ സ്റ്റാർട്ട് ഇൻ 3, 2, 1 and go. ധൈര്യം എന്ന വാക്കിനുപരി എനിക്ക് എൻ്റെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തൻ്റെടമാണ്. ആക്ച്വലി ഞാൻ തൻ്റെടം ഏറ്റവും കൂടുതൽ കാണിച്ചത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ്. എൻ്റെ ലവ് മാരേജ് ആണ്, എൻ്റെ ഹസ്ബൻഡ് മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യൻ ആണ്. സോ ആ ഒരു ടൈമിൽ ആളുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള അറ്റാക്സ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എൻ്റെ കുഞ്ഞിനെ ആയിട്ട് ഞാൻ ജീവിക്കണോ, എൻ്റെ കുഞ്ഞിനെ ആയിട്ട് ഞാൻ മരിക്കണോ എന്ന് ആഗ്രഹിച്ച് നിന്ന സമയത്ത് പിന്നെയും എനിക്ക് ജീവിക്കണം. കാരണം എൻ്റെ അപ്പൻ എന്നെ കുഞ്ഞിനെ വളർത്തിയത് ഭയങ്കര തൻ്റെടിയായിട്ടാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പേരെന്നെ ആൾക്കാർ വിളിക്കുന്നതിൽ കൂടുതൽ നീ തൻ്റെടിയാണ്, നിനക്ക് എന്തൊരു തൻ്റെടമാണെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാൻ പറ്റുന്നത്. എൻ്റെ അപ്പൻ എന്നെ വളർത്തിയതുകൊണ്ടായിരിക്കും ഞാൻ തൻ്റെ ഇടത്തോടു കൂടി എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് അവളെ വളർത്തണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അവിടുന്ന് അവൾക്ക് 3 വയസ്സായപ്പോൾ, അതായത് ഏകദേശം എനിക്ക് 25 വയസ്സുള്ളപ്പോൾ ഞാൻ പോളണ്ട് എല്ലാവരും പോലെ തന്നെ എബ്രോഡ് പോയി സെറ്റിലായി പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിച്ച് ഹസ്ബൻഡിനെയും കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ എബ്രോഡ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം പിന്നെ എന്നെ ചതിച്ചു. എനിക്ക് TRC തന്നില്ല, എനിക്ക് റിജക്ഷൻ അടിച്ചു. ഞാൻ അവിടെ ചെന്നത് ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ മുടക്കിയിട്ടാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു കാർഡ് കിട്ടി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഒന്നും ചെയ്യണോ, എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയില്ല. അവിടുന്ന് ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ ജോലി ചെയ്യാന്നുള്ളതേ ഉള്ള ആകെ ഒരു ഓപ്ഷൻ. അവിടെ ഉള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കൈയും കാലും പിടിച്ച് ഞാൻ അവിടുത്തെ വാഷ്റൂം കഴുകാനും ഗ്ലാസ് കഴുകാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും പ്ലേറ്റ് എടുക്കാനും ഓർഡർ എടുക്കാനുമായിട്ട് ഞാൻ അവിടെ കയറി. എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, തിരിച്ച് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ വേണം. തിരിച്ചു വരുമ്പം എൻ്റെ കുഞ്ഞിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ 10 രൂപ വേണം. അപ്പോൾ അതിന് ഞാൻ തൻ്റെ ഇടത്തോടെ ഞാൻ ജോലിക്ക് കയറി. അവിടെ എനിക്ക് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ അതിനെല്ലാം ഞാൻ തരണം ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നെ ഭയങ്കരമായിട്ടും വേട്ടയാടി. അവിടെ ഞാൻ ഒരുപാട് അറ്റാക്ക് നേരിട്ടു. അങ്ങനെ ഫൈനലി ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്തു. പിന്നെ ടൂറിസ്റ്റ് ബസ് ഓടിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുവാണ്. അപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ബസ്സൊക്കെ ചോദിക്കുമ്പോൾ പറയും ലൈസൻസ് ഉണ്ടോ,
അല്ലെങ്കിൽ നിനക്ക് വണ്ടി ഓടിക്കാൻ തരാൻ പറ്റുമോ? കാരണം 10-70 ലക്ഷം രൂപയുടെ വണ്ടിയല്ലേ, അങ്ങനെ അങ്ങ് തരാൻ പറ്റുമോ? അങ്ങനെ ഓടിക്കാൻ ഇപ്പം ആരെങ്കിലും തരുമെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നീക്കിയിടാനൊക്കെ തരുള്ളൂ, അല്ലാതെ കയ്യിലൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ തന്റെ അടുത്തോടെ ഞാൻ ആ സിറ്റുവേഷനെ നേരിട്ടു. എനിക്ക് വാശിയായിരുന്നു ഹെവി ലൈസൻസ് എടുക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഹെവി ലൈസൻസ് പോയി എടുത്തു. ജസ്റ്റ് 1 ഡേ പ്രാക്ടീസിലാണ് ഞാൻ ടീ പോയി എടുക്കുന്നത്. അവിടുന്ന് എന്നെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻസിലെല്ലാം നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ എന്നെ കുറെ സപ്പോർട്ട് ചെയ്തത് എന്റെ ഫ്രണ്ട്സ്, എന്റെ ഹസ്ബൻഡ്, പ്രത്യേകിച്ച് എന്റെ അപ്പൻ ആയിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. കല്യാണം കഴിഞ്ഞതോടെ ഞാനും എന്റെ അപ്പനായിട്ടുള്ള കോണ്ടാക്ട് കട്ടായി. അപ്പൊ എന്റെ പപ്പയോട് ഞാൻ പറയുവാണ്, പപ്പയുടെ മോള് ഇന്ന് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അപ്പൻ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഇടമാണ്. അതുപോലെ തന്നെ എന്റെ കുഞ്ഞിനോടും ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ്. നിന്റെ അമ്മ, അവൾ എന്നും എന്നെ വിളിക്കുമ്പോ ചോദിക്കും, അമ്മ എന്നാ വരുന്നത് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനോടും പറയാണ്, അമ്മ എന്താണേലും ഇനി തോറ്റിട്ട് വരില്ല, അമ്മ ജയിച്ചിട്ടേ വരൂ. ഇന്നിവിടെ ഞാൻ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ഞാനൊരു തന്റെ ആയതുകൊണ്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോനയോട് എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്നറിയോ? നമ്മുടെ നാദിര ഉണ്ടല്ലോ, നാദിര നമ്മളുടെ സീസണിലോട്ട് കയറുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബിഗ് ബോസ് അതിന് വലിയൊരു വഴിത്തിരിവായി. ഞാനത് ഇപ്പോഴും ആലോചിക്കും. ഞാൻ 18ാമത്തെ വയസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. ഈ 18ാമത്തെ വയസ്സിൽ പുറത്താക്കപ്പെട്ട പയ്യൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീടുമായിട്ട് ഒരു ബന്ധം ഇല്ലാതിരുന്നിട്ട് ബിഗ് ബോസ് എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ അവരെന്നെ കാണുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പൊ സോനയുടെ ഈ വിഷമം ഒരു പക്ഷേ ഈ ഒറ്റ എപ്പിസോഡ് കൂടി അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം അവർ വിളിച്ചില്ലെങ്കിൽ കുറച്ചും കൂടെ സമയം എടുത്തിട്ടായിരിക്കും വിളിക്കും. ഒരു പക്ഷേ ഫാമിലി റൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഫാമിലി കയറി വരട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് സോനയ്ക്ക് പ്രതീക്ഷയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് പ്രൗഡ് ആണ് ഇവിടെ നിൽക്കുന്നതിൽ. And we are so proud of you. Thank you. കുറെ കാര്യങ്ങൾ സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സോനന്റെ ഈ കുറെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. Once we actually go to know all of you like personally because of this session, we all feel like very personally connected with you guys. എന്നാലും അഗ്രഷൻ ഒരു കുറവുണ്ടാവില്ല. അത് ശരിയാ. ബട്ട് സോന ഇതുവരെ കാണാത്തൊരു സോനയെ ഇന്ന് കണ്ടു. Exactly. സന്തോഷം. Thank you so much. ആ ഫയറോട് തന്നെ മുന്നോട്ട് പോകാം. യെസ്, Thank you so much. സോന ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് മാസ്ക് ഓഫ് സെഗ്മെന്റിൽ ലാസ്റ്റ് സംസാരിക്കാൻ വരുന്ന അമൃത. വാ. അമൃത റെഡി അല്ലേ? നോക്കാം ടോപ്പിക് എന്താണ്. അച്ഛൻ. എൻ്റെ പേര് അഡ്വക്കേറ്റ് അമൃത എസ്. അമൃത എസ് എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ എന്നാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മേജർ റോൾ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനാണ്. ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കിപ്പം 24 വയസ്സുണ്ട്. എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചു. പുള്ളിക്കാരൻ കന്നഡികനായിരുന്നു. ഐ വാസ് കണക്റ്റഡ് ടു ദാറ്റ് പേഴ്സൺ ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ 5 years ആയിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ 4th year പഠിക്കുമ്പോഴാണ് ഞാൻ പുള്ളിക്കാരനെ കാണുന്നത് നേരിട്ട്. അപ്പം ഞാൻ രണ്ടുപേരും അങ്ങ് ഇഷ്ടപ്പെട്ടു. 10 ദിവസം ആയതേ ഉള്ളൂ റിലേഷൻഷിപ്പായിട്ട്. അപ്പം തന്നെ പോയി വീട്ടിൽ പോയി പറഞ്ഞു. ഞാൻ ഈ ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്ക്, ഞാൻ ഇതിനകത്തിരുന്ന് പുറകോട്ട് മാറത്തില്ല, ഞാൻ ഇവനെ തന്നെ കെട്ടു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ജയിച്ചു. അവർ കൺവിൻസ് ആയി. അങ്ങനെ അവർ എസ് എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. ബട്ട് പ്രേമിച്ച പോലെയല്ല കല്യാണം കഴിഞ്ഞപ്പം ടോട്ടലി ക്യാരക്ടർ ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഒരാളെ കണ്ടതെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എനിക്ക് കുറേ അബ്യൂസ് കാര്യങ്ങൾ എല്ലാം നടന്നു. ദറ്റ് ഇസ് എ വെരി ബിഗ് സ്റ്റോറി. അങ്ങനെ ഐ സർവൈഡ് ഓൺലി 6 months. അതും ഹാർഡ്ലി 6 months ആയിരുന്നു. അപ്പം ഞാൻ ഇത് വീട്ടിൽ എനിക്ക് പറയാൻ പേടിയായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ അപ്പം എൻറോൾ ആയില്ല. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛൻ എനിക്കൊരു ജോലി വേണം, പക്ഷേ അഡ്വക്കേറ്റ് ആയില്ലല്ലോ, എനിക്ക് എനിക്ക് വർക്ക് വേണ്ട, എനിക്ക് എന്ത് വർക്ക് കൊടുത്താലും എനിക്ക് ചെയ്യാൻ റെഡിയാ, പക്ഷെ വെറുതെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഇരിക്കാൻ എനിക്കൊരു മടിയാന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞ് നിനക്ക് മാമൻ്റെ കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്, അവരെ വിളിക്കുക അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്ത് എനിക്ക് എന്തോ ദൈവഭാഗ്യത്തിന് അത് കിട്ടി. അങ്ങനെ ഒരു 15,000 എനിക്കൊരു സാലറി പാക്കേജിൽ എനിക്ക് കിട്ടി. 7,000 rupees ഞാൻ അവിടെ റെൻറ്റിന് മാത്രം പേ ചെയ്യണം. ഞാൻ റിമൈനിങ് എമൗണ്ട് വന്നിട്ട് ഫുഡിനും അതർ എക്സ്പെൻസും. എന്നിട്ടും ആ എമൗണ്ടൊക്കെ പുള്ളിക്കാരൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. പിന്നെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ഐ വിൽ ഡു എനി റോങ്, ഒരു തെറ്റായ ഡിസിഷനിലോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു December 12th മോർണിംഗ് എൻ്റെ അച്ഛനെ 2024 എൻ്റെ അച്ഛനെ രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇതുപോലെ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ്
ഡേ 1 കല്യാണം കഴിഞ്ഞ ഡേ 1 തൊട്ട് ആ എൻഡ് ഞാൻ വീട്ടിൽ അവിടുന്ന് വിട്ടു പോകാനുള്ള കാരണം വരെ ഞാൻ ഫുള്ള് പറഞ്ഞ് ആ കോൾ ത്രൂ എല്ലാം നടന്നത് എല്ലാം ഒന്നൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ കരഞ്ഞില്ല, അമ്മ കരഞ്ഞു, അച്ഛൻ പറഞ്ഞു മക്കൾ മധുരയിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, അബദ്ധമൊന്നും കാണിച്ച് കളയല്ലേ, അങ്ങനെ മോള് പോയാൽ അവന് വേറെ ഒരു പെണ്ണിനെ കിട്ടും, അച്ഛന് അമ്മയ്ക്കും ഒരു മോളിനെ നഷ്ടപ്പെടും. ഇത് ഞാൻ അച്ഛനെ വിളിച്ച് 1 വീക്ക് പറയുന്ന മുമ്പ് എനിക്കൊരു കോള് കിട്ടിയായിരുന്നു, അതുപോലെ ഞാൻ എല്ലാ റിസൾട്ടും ജയിച്ചു, അതുകൊണ്ട് January 4th എൻ്റെ എൻറോൾമെൻറ്റ് ഡേ ആണെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു പോയി സാരിയും കാര്യങ്ങളൊക്കെ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് എന്തൊരു കരച്ചിലും എമോഷനും എല്ലാം കൂടി ആയപ്പോൾ ഓക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ബട്ട് വെരി നെക്സ്റ്റ് ഡേ ഐ ഗോട്ട് എ കോൾ. മോർണിംഗ് എനിക്ക് ഒരു 6 o'clock കോള് വന്ന്, അതുപോലെ അച്ഛന് ഒരുമാതിരി സ്ട്രോക്കാടാ, അച്ഛൻ പൂനെയിൽ അഡ്മിറ്റഡാ, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അവരിന്ന് തന്നെ പുറപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ്. അപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞ് അമൃത നീ പാക്ക് ചെയ്യ്, വി ക്യാൻ ഗോ ടു കരുനാപ്പള്ളി, അവർ വന്നോളും, പൂനെയിൽ നിന്ന് ആംബുലൻസിൽ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുക, നമുക്കിവിടെ കേരളത്തിൽ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം, എല്ലാം ക്യൂറാക്കാന്ന്. പക്ഷേ എൻ്റെ വാട്സാപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് വന്നായിരുന്നു അച്ഛൻ്റെ ആദരാഞ്ജലി എന്ന് പറഞ്ഞിട്ട്. ഐ വാസ് ടോട്ടലി വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറ. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തില്ല. ഒരു ശരീരം നിന്നിട്ട് എൻ്റെ സോള് പുറത്ത് പോയിട്ട് അകത്ത് വന്ന പോലെയായിരുന്നു. മണി എന്ന് പറഞ്ഞ സാധനം എനിക്ക് എൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ബിക്കോസ് ഐ സർവൈവ്ഡ് അ ലോട്ട് അത് കഴിഞ്ഞിട്ട്. ഇപ്പോഴും സ്റ്റിൽ ടു ഡേറ്റ് എനിക്ക് ലഞ്ച് കഴിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് എനിക്ക് ക്യാഷ് ഇല്ല. മന്ത് എൻഡ് വരുമ്പോൾ ഞാൻ പെടും. സ്ട്രിക്ട് പാരൻസിനോട് എനിക്ക് വന്നത്, നിങ്ങൾ സ്ട്രിക്ട് പാരൻസ് ആണെങ്കിൽ നിങ്ങൾ യു ആർ നോട്ട് എ ഗുഡ് പാരൻസ്, യു ആർ ഡെവലപ്പിംഗ്, നിങ്ങൾ ഒരു ബെറ്റർ ലയേഴ്സിനെയാണ് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഗുഡ് ചിൽഡ്രൻ അല്ല നിങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഡിവോഴ്സ് ഡോട്ടർ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ. അമൃത, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ബിക്കോസ് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ ജീവിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറയണത് വളരെ ഇന്നാട്ടും ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നതിലാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. വി കൺഗ്രാജുലേറ്റ് യു ഫോർ യുവർ സ്ട്രെങ്ത്. അച്ഛൻ്റെ ഒരു ഐ നോ യു മിസ് യുവർ ഫാദർ. നമ്മുടെ വിട്ടു പോകുമ്പോൾ ഉള്ള ഒരു സങ്കടം, ഐ ഫീൽ യു. ബട്ട് അമൃത, ഓൾ ഐ കൻ ടെൽ യു ഇസ് ജീവിതം എന്ന് പറയുന്നത് കുറേ ചാലഞ്ചസ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലും ഇങ്ങനെ കൊണ്ടിടും. ആ ചാലഞ്ചസ് ആണ് നമ്മളാക്കി മാറ്റുന്നത്. അതിൽ ഗുഡ് ഭാഗങ്ങൾ ആർ ഓൾവേസ് ഗ്രേറ്റ്, പക്ഷെ താഴേക്ക് പോകുന്ന സങ്കടങ്ങൾ കൂടുമ്പോൾ നമ്മൾ എന്ന വ്യക്തി കൂടുതൽ സ്ട്രോങ് ആവും. ആ സ്ട്രെങ്ത് അമൃതയിൽ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഈ വേദിയിൽ ആ സ്ട്രെങ്ത് അമൃതയെ മുന്നോട്ട് സഞ്ചരിക്കാൻ സഹായിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അമൃത, താങ്ക് യു സോ മച്ച്. മാസ്ക് ഓഫ് എന്ന ഈ ഒരു സെഗ്മെന്റ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കായാലും ജഡ്ജസിനായാലും നിങ്ങളെ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്കിലോട്ട് പോവാം. ഔട്ട് ഹൗസിലുള്ള മെമ്പേഴ്സിന് സ്റ്റേജിലോട്ട് വരാം. ഗസ്റ്റ് ജഡ്ജസ്, ഇവരോട് എന്താ സംസാരിക്കാനുള്ള? ഇന്നത്തെ ഒറ്റ ദിവസത്തെ ജഡ്ജ്മെന്റേ ഉള്ളൂ നമുക്ക്. അപ്പൊ ആരെയും പേഴ്സണലി അറിയത്തില്ല. ആകെ ആ 3 മാസ്കിന്റെ സംഭവം മാത്രം വി ഗോട്ട് ടു നോ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യു ഗൈസ്. പക്ഷെ ഇപ്പം ആഫിയോട് സംസാരിക്കുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് എ ചാൻസ്, വൈ വുഡ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ദ ഗെയിം എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുള്ളത്? ഞാനൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. മെയിൻ റീസൺ, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ്സ് പറയേണ്ടടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഗെയിംസിലും ഞാൻ ഫുൾ റേറ്റിംഗിൽ കളിച്ചിറങ്ങിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ കയ്യിൽ ഗെയിംസിൽ ഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംസാരിക്കേണ്ട സമയം ആരോടാണോ എന്താണോ നോക്കാതെ ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. എനിക്ക് ഈ ജനങ്ങളോടും നമ്മളുടെ ഇരിക്കുന്ന ഓഡിയൻസിനോടും ജഡ്ജസിനോടും ഈ ലോകത്തോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനിയും പൊരുതാനുണ്ട്. എനിക്ക് പൊരുതി അവസാനം എനിക്ക് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറണം. എന്തായാലും എനിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ശ്യാമിന് കാമുകയുണ്ടോ? ഇല്ല. അല്ല, അകത്ത് പോയ പ്രേമിക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ലേ? അപ്പൊ അവിടെ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ റിജക്ട് ചെയ്യോ? ഇല്ല, നീ സ്വീകരിച്ചാണെങ്കിൽ റിജക്ട് ചെയ്യും. ഓ, അപ്പൊ ഒരു ചാൻസ് കുറഞ്ഞു കിട്ടി അവിടെ അല്ലെ? ഒരു കണ്ടന്റ് പോയി കിട്ടി. അതാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സേഫ് ആക്കാതിരിക്കട്ടെ. എന്നാ ഞങ്ങക്ക് വേണ്ടത് കണ്ടന്റ്. അപ്പോഴോ എനിക്ക് അതിൽ നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്യാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം പറഞ്ഞു. എനിക്ക് പറയാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വന്നൊരു പ്ലാറ്റ്ഫോമാണിത്. എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാനും
എനിക്ക് കുറെ ആൾക്കാരിലേക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇങ്ങനെയുള്ള പിള്ളേർക്കൊന്നും നേടാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എനിക്കിതൊക്കെ നേടാൻ പറ്റും, എന്നെ പോലുള്ള കുറെ കുട്ടികൾക്ക് പ്രചോദനമായിട്ട് എനിക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇവിടെ നിന്ന് ഞാൻ പോകുന്ന. ഞാൻ എൻ്റെ 100% കൊടുത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. എനിക്ക് ഇനിയും നിൽക്കാൻ പറ്റും. ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഔട്ട് ഹൗസിൽ 7 മെമ്പേഴ്സ് ഉണ്ട്. ഇവർ ഒരു പക്ഷേ പുറത്തു പോകാൻ ചാൻസ് ഉള്ള വ്യക്തികളാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മെമ്പേഴ്സ് ഉണ്ട്. അവര് സേഫ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മുടെ ഗസ്റ്റ് ജഡ്ജസ് അങ്ങനെ വെറുതെ വന്നവരല്ല. എന്തോ ഒരു സംഭവം അവർക്ക് മാറ്റിമറിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ആ പവർ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് സേഫ് ആയിട്ടിരിക്കുന്ന ആ 9 പേരിൽ നിന്നും ഒരാളെ ഈ ഒരു ഔട്ട് ഹൗസിലോട്ട് ഇട്ട് ഇതിൽ നിന്നും ഒരാളെ സേഫ് ആയിട്ട് മാറ്റാം. ആ ഒരു പവറാണ് നമ്മുടെ ഗസ്റ്റ് ജഡ്ജസിനുള്ളത്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ സ്വാപ്പ് ചെയ്യാം അല്ലേ? യെസ്. ഓക്കെ, നമ്മൾ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരാളെ സേഫ് ആക്കാനായിട്ട്. 7 പേരിൽ നിന്ന് നമ്മളെല്ലാവരും യുനാനിമസ്ലി തീരുമാനിച്ചതാണ്. എനിക്കാണെങ്കിലും ഫീൽ ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് ആ ആളുടെ പ്രസൻസ് എല്ലായിടത്തും വരുത്തുന്നുണ്ട്, ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ഏറ്റവും ആവശ്യം. I would choose and we would choose Afia to go to the safe zone. Afia, congratulations. സേഫ് ആയി ടീമിലോട്ട് പോവല്ലേ? ഇനി ആ ബാൻഡിന്റെ ആവശ്യമുണ്ടോ? അഫിയ, എന്റെ അമ്മയെ അഫിയ സേഫ് ആണെന്ന് പറഞ്ഞത് ഒന്നും കേൾക്കുന്നില്ല. ആ ബാൻഡ് അങ്ങ് ഊരി തന്നിട്ട് പോ. താങ്ക് യു. ഓക്കെ, കൺഗ്രാറ്റ്സ് അഫിയ. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും, അറിയാം. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഒറ്റ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഞാനും സെറീനയും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വളരെ ചുരുക്ക സമയം കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ ഫ്രെയിമുകളിൽ കാണാത്ത എവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു പരിമിതി, മനുഷ്യരാണ്, അതുണ്ടാകും. പക്ഷെ എന്നാലും എന്തൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഭാഷയുടെ പ്രയോഗത്തിലോ അല്ലെങ്കിൽ സംസാരത്തിലോ എവിടെയൊക്കെ ഒരു വലിയ പരിമിതി തോന്നുന്ന, എന്നാൽ ടാസ്കിൽ വരുന്ന സമയത്ത് ആളെ ഒട്ടും കാണുന്നുമില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വന്നതിൽ ഭാഗ്യം കിട്ടിയ വ്യക്തിയും കൂടിയാണ് ആ വ്യക്തി, അമൃത. കാരണം അമൃതയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി, അമൃത സംസാരിച്ചു. ക്ലാരിറ്റി ഇഷ്യൂ അത് വളരെ വ്യക്തമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. റിയാസിന്റെ ഫേസ് കണ്ടിട്ട് അമൃതയോട് എന്തോ സംസാരിക്കാൻ വിതുമ്പി നിൽക്കുന്ന പോലെ. വിന്നിംഗ് ടീമിലായിട്ട് വിൻ ചെയ്ത ഒരു ടീമിൽ ഇരുന്നിട്ട് ഇങ്ങനൊരു ഡിസിഷൻ കാരണം ഔട്ട് ഹൗസിലേക്ക് വന്നതുകൊണ്ട് ഒബ്വിയസ്ലി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അമൃതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ലാംഗ്വേജിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഐ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ തമിഴ്നാട്. അപ്പൊ ഞാൻ മലയാളം, എനിക്ക് തമിഴ് പോലെ വരും, അതുകൊണ്ടാ. അല്ലാതെ ഐ എം ക്ലിയർ ഇൻ ദാറ്റ്. എനിക്ക് ഓക്കെ, ഐ എം കോൺഫിഡൻസ്. ഇന്നത്തെ ഫസ്റ്റ് ഇന്ന് കണ്ട സംസാരത്തിൽ കേട്ട ഒരു കാര്യം പറഞ്ഞല്ലോ, പക്ഷെ അത് മാത്രമല്ല, അവർ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. ടാസ്കിലാണെങ്കിലും ജനറലി ഓൾസോ അമൃതന്റെ പ്രസൻസ് കാണാൻ മാക്സിമം ഞാൻ ഭയങ്കര സ്പീഡും എനിക്ക് ഫാസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ എം ആൻ അത്ലറ്റ് ആൻഡ് റണ്ണർ. എനിവേ, ഔട്ട് ഹൗസിൽ നിന്നും ആ ഒരു ഫൈനൽ റിസൾട്ട് ഇതുവരെ ആയിട്ടില്ല. അത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. യെസ്. അപ്പൊ എന്തായാലും നിങ്ങൾ 7 പേരെയും ആ ഒരു എലിമിനേഷൻ പ്രോസസ്സിലോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ ലാസ്റ്റ് ഒരു ചാൻസ് എന്ന പോലെ നമ്മളൊരു ചെറിയ ടാസ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടാസ്കിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസാന ചാൻസ് എന്ന പോലെ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് അതിനുള്ള ടാസ്ക് സെറ്റപ്പ് വേണം. സോ പ്ലീസ്. യെസ്, ഔട്ട് ഹൗസിലുള്ളവരെല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. ആക്ച്വലി ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മുഖത്തും ആ ഒരു ടെൻഷൻ ഭയങ്കര എവിഡന്റ് ആണ്. നല്ല ടെൻഷൻ ഉണ്ടല്ലേ? സാറില്ല, ഇപ്പൊ നമ്മളൊരു സെഗ്മെന്റ് ചെയ്യാൻ പോവാണ്. ടെൻഷൻ എല്ലാം മാറ്റി വെച്ച് ഫുൾ ഫോക്കസ് ഈ ഒരു സെഗ്മെന്റിന് കൊടുക്കാം. ടെൻഷനൊക്കെ പിന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കണ്ടോ, അക്യൂസേഷൻ ബൗൾ. ആ ഒരു പേര് പോലെ തന്നെ ഈ നിൽക്കുന്നവരിൽ ഒരാളെ നമ്മൾ അക്യൂസ് ചെയ്യണം. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരാൾ വരിക, ഇതിൽ നിന്നും ഒരു ചിട്ടെടുക്കുക, അതിൽ എന്തെങ്കിലും ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു രീതിയോ എഴുതിയിട്ടുണ്ടാവും. ആ സ്വഭാവം ഈ നിൽക്കുന്നവരിൽ ആർക്കാണ് അത് കൂടുതൽ ചേരുക, എന്തുകൊണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഒരെണ്ണം. കൺഫ്യൂസ്ഡ്.
കൺഫ്യൂസ്ഡ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് വിശാഖാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ നടന്ന ടാസ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആക്ച്വലി സാധനം എടുത്തോണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഏറ്റവും ടാസ്കിന്റെ ഏറ്റവും അവസാന ഭാഗത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോകുന്നുണ്ട്, ആ സമയം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അളകനന്ദ നോട്ട് ഡിസേർവിംഗ്. നോട്ട് ഡിസേർവിംഗ്. ആരാണ് ഈ കൂട്ടത്തിൽ നോട്ട് ഡിസേർവിംഗ്? എനിക്ക് അമൃത തന്നെയാണ് പറയാനുള്ളത്. ആള് വന്ന സമയം തൊട്ടിട്ട് തന്നെ ആളെ വോയിസ് ഇതുവരെ ഒരു ഡിസ്കഷനിലോ അല്ലെങ്കിൽ ഒരു ഗെയിംസിന്റെ ഭാഗമായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഷീ ഈസ് ഓൾവേസ് എ ഡിപ്പെൻഡർ ഇൻ ദിസ് ഷോ, എന്റെ പോയിന്റ് ഓഫ് വ്യൂല്. നെക്സ്റ്റ്, മാനിപ്പുലേറ്റീവ്. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് അളകനന്ദ തന്നെയാ. ബിക്കോസ് പുള്ളിക്കാരി എന്തോ പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് ഭയങ്കര വോയിസിലുണ്ട്. അതിനകത്തൊരു മാറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പക്ഷെ പുള്ളിക്കാരി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്, ഞാൻ ഇങ്ങനാണ്, ഐ എം സ്ട്രോങ് അങ്ങനെ. ബട്ട് ഷീ ഈസ് നോട്ട്. വിശാഖ് എന്താണ് ബോറിംഗ്? ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ ആദ്യം തൊട്ട് ഇപ്പൊ ഈ എലിമിനേഷൻ വരയ്ക്കും എനിക്ക് ബോറിംഗ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് മിസ്റ്റർ ശ്യാമിൻ്റെത്. അതായത് തരുന്ന ടാസ്കുകളില് ഗ്രൂപ്പ് ടാസ്കുകളിലെല്ലാം നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. പുള്ളിയുടെ സെൽഫായിട്ട് ഡിസിഷൻ എടുത്ത് നിൽക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് കളിച്ച് അതായത് സെൽഫ് ആയിട്ട് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒരു ബോറിംഗ് ഗെയിം കളിക്കാൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശ്യാം ഫേക്ക്. പ്രണവ്, എനിക്ക് പ്രണവിനെ ഫേക്ക് ആയിട്ട് തോന്നി. കാരണം പ്രണവ് അവൻ പറയുമ്പോൾ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അവൻ ഇപ്പോൾ ആക്ടർ ആവണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ആളോട് കൺവേ ചെയ്യുമ്പോൾ അവൻ എപ്പോഴും ഒരു ഡ്രാമ, എനിക്ക് അങ്ങനെ തോന്നി. ഇൻവിസിബിൾ. എനിക്ക് പ്രണവ് തന്നെ. കാരണം ഞാൻ ഒരു സ്ഥലത്തും കണ്ടില്ല. ഗെയിമിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ല. അറ്റൻഷൻ സീക്കർ. അറ്റൻഷൻ സീക്കർ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അമൃതനെയാണ്. ആളുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്നുമില്ല. വേറെ ആൾക്കാർ ഇതിൽ പോയിന്റ് പറയണമെങ്കിൽ അതിൽ പിടിച്ചു കയറാ, അതിലത്തെ ഒരു മെയിൻ ആളാവാ, ഞാനാണ് ഇത് പറഞ്ഞേ എന്നുള്ളൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് തോന്നി. ഇതൊന്നും കിട്ടാത്ത എത്ര പേരുണ്ട്? ഒരു ആരോപണങ്ങളും നേരിടേണ്ടി വരാത്തവർ. അതിനെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണണോ, ഒരു വീക്ക്നെസ് ആയിട്ട് കാണണോ? നമ്മൾ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞ അവസ്ഥയ്ക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഇനി എലിമിനേഷൻ പ്രോസസ് ആണ്. സോ നമുക്ക് ഈ ഒരു സെറ്റപ്പ് എല്ലാം മാറ്റി എലിമിനേഷന് വേണ്ടുന്ന സെറ്റപ്പ് ഇവിടെ സെറ്റ് ചെയ്യണം. സോ നമുക്ക് ഒട്ടും വൈകാതെ എലിമിനേഷൻ പ്രോസസ്സിലോട്ട് കിടക്കാം. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്കും അതേപോലെ നല്ല ടെൻഷൻ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ എല്ലാവരുടെയും ഫ്രണ്ടിലായിട്ട് ഓരോ ടേബിളുണ്ട്. ആ ടേബിളിൽ നിങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരാളുടെ പേര് പറയുന്നത് വരെ നിങ്ങൾ ആരും ആ ബോക്സിൽ തൊട്ടു പോകരുത്. ഓക്കെ? പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരാളുടെ പേര് വിളിച്ചാൽ ആ വ്യക്തി ആ ബോക്സിന്റെ ഉള്ളിലേക്ക് കൈയിടുക. അതിനുശേഷം പറയുമ്പോൾ കൈയെടുത്ത് കാണിക്കുക. ഇഫ് കയ്യിൽ നിങ്ങളുടെ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് യു ആർ സേഫ്. ഇഫ് റെഡ് ആണ് നിങ്ങളുടെ കയ്യിൽ പറ്റിയിരിക്കുന്ന കളർ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. രാകേഷ് നിൽക്കുവോ പോവോ? ഞാൻ നിൽക്കും ചേട്ടാ. വേറെ ആരൊക്കെ പോകാൻ സാധ്യതയുണ്ട്? അല്ല, കുറച്ച് ആൾക്കാര് സ്വയം പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്നു. അതാരാണ് പറയുന്നത് പോകുന്നു? ഒന്നിപ്പോ പ്രണവ് പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞ രാകേഷിന് ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി. അല്ല, എനിക്ക് തോന്നണം അമൃതാന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. ഓക്കെ, ആദ്യം നമുക്ക് വിശാഖിന്റെ അവസ്ഥ എന്താണ്? വിശാഖ് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യോ അല്ലെങ്കിൽ പോവോ എന്നുള്ളത് അറിയാനായിട്ട് വിശാഖിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. വിശാഖിന് ഉള്ളിലോട്ട് കൈയിടാം. What do you think? ഞാൻ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇത് വരയ്ക്കും എൻ്റെ 100% കൊടുത്താൽ നിന്നിട്ടുള്ളൂ. തരുന്ന ടാസ്കുകളിലൊക്കെ എൻ്റെ 100% കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടുള്ളത്. ടാസ്കുകൾ മാത്രമല്ല, അഗ്നി പരീക്ഷയിലെല്ലാം ഇനിഷ്യലി മുതൽ നമ്മൾ പറയുന്നുണ്ട്. ജനറലി നമുക്ക് വിശാഖിന്റെ പേഴ്സണാലിറ്റി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശാഖിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വൈ? ബിക്കോസ് ഞാൻ ആദ്യം തൊട്ട് എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അതിൽ ഞാൻ നന്നായി പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റും. നമ്മളെല്ലാവരും പാർട്ടിസിപ്പൻസ് ആയിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ അതേ സ്ഥാനത്ത് ഇപ്പൊ വേറെ കുറച്ച് മത്സരാർത്ഥികൾ നിൽക്കുന്നു, നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? ഫീൽ ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. സംഭവം എലിമിനേഷൻ തന്നെയാണല്ലോ. നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്താലും ഒരു ലക്ക് ഫാക്ടർ
നമുക്ക് കൂടെ വേണം എന്നൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. അല്ലേ? ഇതൊരു ഭാഗ്യ നിർഭാഗ്യ ദിവസമാണ്. ഒരു പക്ഷെ നിങ്ങളുടെ ദിവസമായിരിക്കില്ല എന്ന്. അപ്പോൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഞങ്ങളോട് ദേഷ്യം തോന്നുമോ? ഇല്ല, തോന്നിയിട്ടും കാര്യമില്ല. അടുത്തോ നോക്കാം. Vishak, you are eliminated. പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? വിശാഖ പ്രതീക്ഷ. എന്തുകൊണ്ടായിരിക്കും വിശാഖ്? ഇല്ല, ഞാൻ എൻ്റെ ആദ്യം മുതൽ ഇതുവരെയ്ക്ക് ഞാൻ തന്നെയായിട്ടാണ് കളിച്ചിട്ടുള്ളത്. വിശാഖ് ടാസ്ക്സിൽ എക്സലന്റ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. തുടക്കം മുതൽ ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയോ വന്ന ആ വിശാഖിന്റെ ഒരു പേഴ്സണാലിറ്റി ഇതില് ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണാലിറ്റി കൂടുതൽ മുന്നിലേക്ക് വന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. Vishak, let me tell you something. I like you somewhere for some reasons. I just don't know. There is something about you that's very likable. Vishak, in a life story കേട്ടപ്പോഴാലും it's not my sympathy, but I really feel you. I am so sorry everything that you had to go through in your life. പക്ഷേ ലൈഫിൽ ഇനി നല്ല ഒരു ജീവിതം ഇനി മുന്നോട്ടുണ്ടാവട്ടെ വിശാലിന് ഔട്ട്സൈഡ് ഇൻ ദ റിയൽ വേൾഡ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫോർ യു. സോ എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ ഫസ്റ്റ് അമ്മ, എൻ്റെ അനിയന്മാര്, വൈഫ്, എൻ്റെ മോള്, എൻ്റെ UAE ഫ്രണ്ട്സ്, ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. സോ ബിഗ് അതായത് ഈ സ്റ്റേജ് വരയ്ക്ക് ഇവരെ കൂടെ എത്താൻ പറ്റിയതിൽ. സോ ആക്ച്വലി യു ആർ ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായി ജയിച്ച് കളിച്ചിട്ട് പറയും. യെസ്, അങ്ങനെ ഒരാള് പടിയിറങ്ങി. രാകേഷ്, എന്ത് തോന്നുന്നു? നമുക്ക് നേരെ പോവാം അല്ലേ? ഓക്കെ, അപ്പൊ മുന്നോട്ട് വന്ന് ആ ബോക്സിലോട്ട് കൈയിടാം. രാകേഷിന്റെ ബോക്സ് റെഡ് ആണ്, ഉള്ളിൽ റെഡ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നണില്ല. തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ചെക്ക് ചെയ്തോ. ആ, ഗ്രീൻ ആണ് രാകേഷ്, അപ്പോ സേഫ് ആണ്. പ്രണവ് ഇന്നാണോ ഔട്ടാണോ എന്ന് അറിയാനുള്ള സമയമായിരിക്കാണ്. പ്രണവ്, ബോക്സിനുള്ളിൽ കൈയിടാം. പ്രണവ് തന്നെ എവിറ്റായി പോകുന്നു പറഞ്ഞെന്ന് പറയും. സാർ, എനിക്ക് ഇപ്പോ തോന്നുന്നത് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാണ് കണ്ടിന്യൂസ്ലി ഇതിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായവും അത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഇപ്പോൾ വന്നപ്പോൾ ഏകദേശം ക്ലിയർ ആയി കാര്യം. ഇനി അങ്ങോട്ട് പോകുന്നതോറും എല്ലാം ടൈറ്റ് പ്ലെയേഴ്സ് ആണ്. അപ്പോൾ ഞാൻ നല്ലൊരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ കൈവിട്ട് പോയാൽ മാത്രമേ അവർ ഡൗൺ ആവുള്ളൂ. എനിക്ക് പേഴ്സണലി തോന്നുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. പ്രണവിന്റെ ചിന്ത ശരിയാണോ നോക്കൂ. Pranav, you are eliminated. And you're a good judge of things. അത് ഞാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി പ്രണവിനുണ്ട്. ലൈക്ക് യു സെഡ്, വളരെ സ്ട്രോങ് ആയ ഒരു പ്ലെയർ തന്നെയാണ് പ്രണവ്. അതുകൊണ്ടാണ് 16 വരെ എത്തിയത്. പക്ഷെ ആ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് സീസൺസ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം, സിനിമയിലേക്ക് കയറണം എന്ന് പറഞ്ഞ് ബിഗ് ബോസിലേക്ക് വരുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ബിഗ് ബോസിൽ വന്ന് ഒന്നും ചെയ്യാൻ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അവരുടെ പേഴ്സണാലിറ്റി എൻറ്റയർലി പുറത്ത് കാണിക്കുകയൊന്നും ഉണ്ടാവില്ല. ദെൽ ബി ഓൾവേസ് സേഫ്. പക്ഷെ ചെറിയൊരു ലവ് ആംഗിൾ ഉണ്ടാവും, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വോട്ട് കിട്ടും. ചിലപ്പോൾ അവർ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യു ഗൈസ്, ചിലപ്പോൾ ഗുഡ് ലുക്കിംഗ് ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര വോട്ട് കിട്ടും. അവർ ലാസ്റ്റ് വരെ ഉണ്ടാവും. പക്ഷേ അവർ ഷോവിന് യാതൊരു കോൺട്രിബ്യൂഷനും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ സിനിമയിൽ കയറണമെന്ന ആഗ്രഹം മാത്രമായി ആരും ബിഗ് ബോസിലേക്ക് പ്ലീസ് ഡു നോട്ട് കം. ബട്ട് പ്രണവിൻ്റെ ആഗ്രഹങ്ങൾ സിനിമയിലെത്താൻ എല്ലാം നടക്കട്ടെ ത്രൂ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് എന്ന് ട്രൂലി വിഷ് ചെയ്യുന്നു ഫോർ യു. ഓക്കെ, ഗുഡ് ലക്ക് വിത്ത് എവറിത്തിങ് പ്രണവ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും. പ്രണവ്, ഓൾ ദി വെരി ബെസ്റ്റ്. സിനിമയിലെത്താൻ സാധിക്കട്ടെ. സോ ലോലീറ്റയോട് പറയട്ടെ ബോക്സിനകത്തോട്ട് കൈയിടാൻ. ലോലീറ്റ, പ്ലീസ്. എന്ത് തോന്നുന്നു ലോലിറ്റയ്ക്ക്? വാട്ട് ഡു യു ഫീൽ? I feel I would be in because ഇതുവരെ ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിശ്വാസം ശരിയാണോ നോക്കട്ടെ. എടുക്കട്ടെ? യെസ്, കാണിക്കാം. ഓക്കേ, Congratulations, Lolita.
You are safe. നെക്സ്റ്റ് നമുക്ക് അമൃതയുടെ റിസൾട്ട് നോക്കാം. അമൃത ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ശരി, അപ്പൊ നമുക്ക് കൂടുതൽ ടെൻഷൻ എടുപ്പിക്കാതെ ബോക്സിനുള്ളിൽ കൈയിടാം. അമൃത പുറത്തു പോകുമെന്നാണ് രാകേഷ് പറഞ്ഞത്. അമൃതയ്ക്ക് എന്തോ തോന്നുന്നു? ഞാൻ പോത്തില്ല, ബിക്കോസ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് സൈലന്റ് കില്ലറും ആവാം. നമുക്കതിന് സമയമില്ല. അല്ല, എനിക്ക് മൈക്ക് കിട്ടിയ സമയമൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ടാസ്ക് ആയാലും ഞാൻ മുമ്പിൽ തന്നെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയും ബാക്ക് ആയിട്ട് ഞാൻ പോയതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. അമൃത, ഈ രണ്ടുപേർ അപ്പുറം നിൽക്കുന്നില്ലേ? രണ്ടുപേരെ എവിക്റ്റ് ആയി പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ? യെസ്. അപ്പൊ അമൃത സേഫ് ആവും? യെസ്. നോക്കിക്കൂ. അമൃത എന്താ പറയാനുള്ള? I'm sorry, Amrita, you are the victim. എന്തെങ്കിലും പറയാനുണ്ടോ? Part of the game, Amrita. It's okay. I'm proud of myself. We are proud of you. Everyone. എന്റെ അമ്മ കുറെ വട്ടം പറഞ്ഞു ബിഗ് ബോസിന് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിനു മുമ്പേ അപ്ലൈ ചെയ്തു. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഇത് കിട്ടിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടാ വന്നത്. എനിക്ക് ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട്, എനിക്കറിയാം. പ്രശ്നമല്ല, അതൊരു പ്രോബ്ലം ആയിട്ട് കാണണ്ട. അതിൽ സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് കമ്മ്യൂണിക്കേഷനിൽ ഇറോഷൻ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആ ഇഫക്റ്റിൽ ചിലപ്പോൾ അല്ല, വരില്ല. അങ്ങനെ പ്രോബ്ലം ലാംഗ്വേജ് ഇഷ്യൂസ് മാത്രമല്ല. ഇപ്പം ജാൻമണി സീസണിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ സീസണിൽ ജിസയിൽ വന്നിട്ടുണ്ട്. ലാംഗ്വേജ് അല്ല പ്രശ്നം, പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നിങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തിട്ടാണ് മാർക്ക് ഇടുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ടീപ്പ്. ഞങ്ങളുടെ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെ വിലയിരുത്തുന്ന ഒരാൾ തന്നെ പറയുന്നു അമൃത പുറത്തു പോകുന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഷോയിൽ ആ കട്ട് അമൃത 16 എത്തിയിട്ട് മുന്നോട്ട് പോകാൻ. അമൃത, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു അമൃത, പ്ലീസ് ഓൾ ദി ബെസ്റ്റ്. കാണാം. ബൈ. Amrita, good luck. All the best, love. Thank you for joining us. ശ്യാം ആൻഡ് അളകനന്ദ രണ്ടുപേരും കൈ ഉള്ളിലിട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. എന്താണ് തോന്നുന്നേ? ഒന്നുമില്ല. ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്റെ ഒരു പൊട്ടൻഷ്യൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും എടുത്തിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് 16 എത്തിയത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഗെയിമിലൊക്കെ എവിടെയോ മറ്റുള്ളവരെക്കാളും ഡൗൺ ആയി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോ? പക്ഷെ എനിക്ക് ഇനിയും പറ്റും. അതെ, ബട്ട് can I tell you something? നിങ്ങൾ എപ്പോഴും ഈ എലിമിനേഷനിൽ വന്നിട്ട് ഇനി പറ്റും എന്ന് പറയേണ്ട ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ബിക്കോസ് നിങ്ങൾ ടോപ്പ് 16 ആണ്. So there is no more excuses allowed. I'm telling you, Sham, there was a problem. There is എന്താന്ന് എനിക്ക് മോനെ I can't tell you exactly. പക്ഷെ വന്ന ഷ്യാം അല്ല ഇപ്പൊ നിൽക്കുന്ന ഷ്യാം. ഇപ്പൊ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. Yeah, and especially with you, നമ്മൾ എപ്പോഴും എക്സ്ക്യൂസ് ആണ് കേൾക്കുന്നത്. സെയിം തിങ് വിത്ത് അളകനന്ദ. അളകനന്ദയുടെ കേസിൽ ഏറ്റവും കൂടുതൽ യു ആർ എ സ്മാർട്ട് ഗേൾ, യുനോ, കഴിവുള്ള കുട്ടിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ പറയുന്ന കാര്യത്തിന് ആ ഇമ്പാക്റ്റ് ഇല്ല. എനിക്ക് ഈ ഗ്രൂപ്പായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും മേ ബി മാം പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ബട്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരാൾ ഇന്ററപ്റ്റ് ചെയ്യാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ്. ഗോയിങ് ടു ദ ബിഗ് ബോസ് ഹൗസ്, അതിനു വേണ്ടിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. അവിടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. There will be like 20-23 people and they won't let you talk. പക്ഷെ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ ഈ ഒരു സംസാരം കൊണ്ടും എന്റെ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടും എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് പരീക്ഷയിൽ തന്നെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അഗ്നിപരീക്ഷയുടെ അപ്പുറത്തെ അപ്പുറമാണ്. മാം, അതല്ല, ഇവിടെ മെജോറിറ്റി വരുന്ന ടാസ്ക്സ് ആണ്. പക്ഷെ ബിഗ് ബോസിൽ വരുമ്പോൾ നമ്മൾ ഫുള്ളി മൈൻഡ് ഗെയിം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ടാസ്ക് എന്താണ്? ടാസ്ക് മൈൻഡ് ഗെയിമാണ്. മോളെ, അഗ്നിപരീക്ഷ എന്ന മത്സരത്തിൽ മത്സരിക്കാൻ വരുമ്പോ മോൾ അറിഞ്ഞാ പോരാ, ഞങ്ങളും അറിയണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങോട്ട് വിടാൻ പറ്റൂ. ബിക്കോസ് വി ഹാവ് ദാറ്റ് പവർ.
ഇതിനു വേണ്ടിയാണ് ഈ ഷോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഇത്രയും ബുദ്ധിമുട്ടി ഓഡിഷൻ ചെയ്ത് ഇത്രയും ആൾക്കാരെ സെലക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. യു ഷോ അസ് വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ള കഴിവ് ഞങ്ങളെ കാണിച്ചു തരൂ. നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ കയറ്റിവിടാം. ഞാൻ കൗണ്ട് ചെയ്യാം. 3, 2, 1 ഗോ. Shyam, you're safe. Shyam, but not every single time, okay? Yes, I know. This is your last one. Yes. One more time we see you here. ശ്യാം, കൺഗ്രാറ്റ്സ്. പ്ലീസ്. അളകനന്ദ, അപ്പൊ അഗ്നിപരീക്ഷയുടെ വേദിയിലുള്ള യാത്രയാവാണ്. Listen, you are a sweetheart, okay? പക്ഷേ something else, കുറച്ചുകൂടെ എന്തോ, ഓക്കെ? എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. മോൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. മോൾ ഓൾറെഡി ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് അത്. നമ്മൾ പോകുന്ന ഒരു സ്പേസ് ഇതിനേക്കാളൊക്കെ വലിയൊരു ഇടത്തേക്കാണ്. അവിടെ ഒന്നും ഒരിക്കലും മൈക്ക് കിട്ടത്തില്ല. അവിടെ എങ്ങനെ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ ഒന്ന് പരാജയപ്പെട്ടു പോയി. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് ലൈഫിൽ, മുന്നോട്ട് പോവാം. Yeah, sure. അത്രേ ഉള്ളൂ. ഓൾ ദ Thank ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. 40 പേരിൽ ആരംഭിച്ച ഈ ഒരു യാത്ര ഇപ്പൊ എത്തി നിൽക്കുന്നത് വെറും 12 പേരിലാണ്. ഈ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിൽ ജഡ്ജസ് പങ്കുവെക്കുന്ന ഒരു റോൾ ഉണ്ടല്ലോ, അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് അതിൽ നിങ്ങൾ 100% നീതി പുലർത്തുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫ്രം ദി എൻറ്റയർ ടീം. താങ്ക് യു സോ മച്ച് ഗസ്റ്റ് ജഡ്ജസ്. നിങ്ങളും നല്ല രീതിയിൽ അവർക്കുള്ള അഡ്വൈസ് ആയാലും അവർക്കുള്ള മോട്ടിവേഷൻ ആയാലും ശരിക്കും ഈ വീക്കെൻഡ് വാർ ഓൺ ആക്കി തന്നു. താങ്ക് യു സോ മച്ച് നാദിറ ആൻഡ് സെറീന. എന്തായാലും അറ്റ് ദിസ് മൊമെന്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ദി ടോപ്പ് 12 contestants ഓഫ് അഗ്നി പരീക്ഷ ഓൺ ടു ദ സ്റ്റേജ്. കം. യെസ്, കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റ്സ്. അങ്ങനെ ടോപ്പ് 12 എത്തിയിരിക്കുകയാണ്. കാരണം 28 പേരെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പായുന്ന 12 പേരാണ് നിങ്ങൾ. സോ പ്രൗഡ് ഓഫ് യു. അഗ്നിപരീക്ഷയുടെ മത്സരാർത്ഥികളെ കുറിച്ച് നിങ്ങൾക്കുള്ള വിലയിരുത്തൽ അത് ഞങ്ങളെ അറിയിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അഗ്നിപരീക്ഷയിൽ വോട്ടിംഗ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ നിൽക്കുന്ന 12 പേരിൽ ആര് ബിഗ് ബോസ് ഹൗസിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് മുതൽ അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്ത് ഇതിൽ ആരെ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റണം എന്ന് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഓഡിയൻസും ഒരു വലിയൊരു സ്ഥാനമാണ് പങ്കുവെക്കുന്നത്. അവര് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കും നിങ്ങളിൽ ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ എത്തണം, ആരൊക്കെ എത്തണ്ട എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, നിങ്ങളും അടിപൊളിയായിട്ട് ഗെയിം മുന്നോട്ട് പവർ കാണിച്ചങ്ങോട്ട് മുന്നോട്ട് പോവാ. ഓക്കെ, നിങ്ങളുടെ ആവേശം, നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിൽ പോണ്ടേ, കേറണ്ടേ? യെസ്. അപ്പൊ ഇപ്പൊ മാത്രമല്ല, ടാസ്ക് തരുമ്പോ കറക്റ്റ് ആയിട്ട് റൂൾസ് ഒക്കെ കണ്ട് നീ അതുപോലെ ചെയ്യണം കേട്ടല്ലോ. അപ്പൊ അഗ്നിപരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? നമ്മുടെ ആ ഒരു വിജയം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവാ. ഇന്ന് ഒരു അധ്യായം മാത്രമേ ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളൂ. ഇനിയും വായിക്കാനുള്ള ഒരുപാട് അധ്യായം മുന്നോട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം, കണ്ടറിയാം ആര് വാഴും ആര് വീഴുമെന്ന്. സോ until then it's Renisha signing off. Goodbye. Judges, come on. Big Boss. Big Boss. Agni Pariksha, Agni Pariksha, Agni Pariksha. Agni Pariksha, Agni Pariksha, Agni Pariksha. Agni Pariksha, Agni Pariksha, Agni Pariksha. ഇപ്പോൾ ഈ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് സീസൺ 8 പ്രവേശനം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വോട്ട് ചെയ്ത് അവരെ പിന്തുണയ്ക്കാം. അതിനായി ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എന്ന പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്കായി വോട്ട് ചെയ്യാം. ഇപ്പോൾ അഗ്നിപരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾ: അഫിയാനാസ്, എൽദോ, ലൊലീറ്റ,
പൂജ, രാകേഷ്, ഷാമോൻ, ഷിബിന, ഷിജിൻ, ഷിജുലാൽ, ശ്യാം, സോന, താഷി.